മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ചേഞ്ച് ചെയ്യാം. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെക്ക് ക്രച്ചർ ആവണം. നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ഫുൾ ഓണിലാണ് കൊണ്ടുപോകാം കേട്ടോ. ന്യൂ വണ്ടി ലോ കിലോമീറ്റർ അതും ഫുൾ ഓണില് 25,000 രൂപ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ലക്ഷം 1.5 ലക്ഷം ബാക്കി ലോൺ അത് 3 കിഡില് MG-കള്. അപ്പൊ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് ഉള്ളത്. മാനിക്കത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാം അല്ലെ? ഫുൾ ഓണിലും ക്യാഷ് ബാക്കും കൊടുക്കാം. 1 ലക്ഷം രൂപക്ക് ഇറക്കാവുന്ന 2 കിഡിലും താറുകൾ അത് ഫുൾ ഓൺ ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പൊ വലിയ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് വാഹനം നോക്കുന്നവർക്ക് നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഈവൻ 1 ഇയർ പുതിയ വാഹനത്തിന്റെ അതേപോലെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാനുക്ക നമ്മൾ പെരുന്നാളിന് വേണ്ടി അത്യാവശ്യം നല്ല കളക്ഷൻ വന്നിട്ടുണ്ട്. അത് നിറഞ്ഞു കെടുക്കുകയാണ്. അപ്പൊ ഏത് റേഞ്ചിൽ ഏത് വാഹനങ്ങളാണെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ മാനുക്ക നമ്മളെ മാനുസ് കാറിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്രം, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്ററും മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, നാഷണൽ ഹൈവേ 66 ആണ് മാനുസ് കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആർടിഒന്റെ അപ്രൂവൽ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓതറൈസ്ഡ് കാർ ഡീലറാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നമ്മളായിട്ടുള്ള ഡീലിംഗ് വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടുള്ള ഡീലിംഗ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ അഗ്രിമെന്റിൽ വാറന്റിയോട് കൂടിയാണ് വാഹനങ്ങൾ കൈമാറുന്നത്. അതായത് ആക്സിഡന്റ്, ഫ്ലഡ് അഫക്റ്റഡ്, ടോട്ടൽ ലോസ്, കിലോമീറ്റർ, ഇതെല്ലാം നമ്മൾ 100% ജെന്യൂൻ ഗ്യാരണ്ടിയിലും വാറന്റിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ 1 വർഷം വരെ ആവശ്യപ്പെടുന്ന വാഹനങ്ങൾക്ക് 1 വർഷം വരെ വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. മാനക നമുക്ക് ഇന്ന് ഒരു പൊളി വാഹനത്തിൽ തുടങ്ങിയാലോ? 2 കിലോ താറുകൾ വന്നിട്ടുണ്ട് അല്ലെ? റെഡിൽ ഒരു അടിപൊളി താറ് വന്നിട്ടുണ്ട്. മാനക എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത് ഓഫർ പ്രൈസിൽ ഡീസൽ ഓട്ടോമാറ്റിക് 48,000 കിലോമീറ്റർ ഓടില്ല. ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടാത്തവർക്ക് 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 2022 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ വാഹനം വെറും 48,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്. അപ്പൊ അത്യാവശ്യം നമ്മുടെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം പൊളിയാണ്. അതും ബ്ലഡ് റെഡിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പിന്റെ ഹാർഡ് ടോപ്പില് അല്ലെ? അത് സ്റ്റെപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു അടിപൊളി വാഹനമാണ്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മാനിക്ക? നമുക്ക് ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം ബാക്കി ലോൺ സുഖമായിട്ട്. ഞാൻ അതിന്റെ ഒരു ബ്ലാക്ക് ഉണ്ട് അല്ലെ? ഇതെങ്ങനെയായിരുന്നു മാനിക്ക ഡീറ്റെയിൽസ്? 2021 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് 14,75,000 രൂപ കൊടുക്കാം. ഇത് ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അപ്പൊ അതവിടെ 1 ലക്ഷം രൂപക്ക് ഇറക്കാവുന്ന 2 കിഡിലും താറുകൾ, അത് 3 കിഡില് MG-കള്. അപ്പൊ നമുക്ക് മൂന്ന് കളേഴ്സിലാണ് ഉള്ളത്. മാനിക്കത് നമുക്ക് ഫുൾ ഓണിൽ ചെയ്യാം അല്ലെ? ഫുൾ ഓണിലും ക്യാഷ് ബാക്കും കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു കിഡിലെ റെഡ് എന്ന്, അതും ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് പനോരമിക് സൺറൂഫ് അടക്കം വരുന്നതാണ് അല്ലെ? എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? 2019 മോഡല്. അത് മാനുവൽ ആണ് വരുന്നത്. ഡീസൽ വണ്ടി അല്ലെ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. എല്ലാം പക്ക, എല്ലാം അവൈലബിൾ. ഇതിന്റെ ഏറ്റവും ടോപ്പിന്റെ ഷാർപ്പ് ഇല്ല? ഡീസൽ വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടി ഇല്ല? അതൊക്കെ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 12 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 12 ലക്ഷം രൂപ. അത് നമുക്ക് ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ഓണിൽ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ ഇതിന്റെ ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു പൊളി വണ്ടി. ഇതെങ്ങനെയായിരുന്നു മാർക്കറ്റ്? 2021 വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഏറ്റവും ടോപ്പിന്റെ മോഡൽ ഷാർപ്പ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കിലോമീറ്റർ തന്നെയാണ്. കിലോമീറ്റർ ആണ്, സെക്കൻഡ് ജനറേഷൻ വണ്ടിയാണ്. അതായത് ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ വീഡിയോ എടുക്കും. അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. അതും 25,000 കിലോമീറ്റർ ഡീസലിൽ മാനുവൽ സിംഗിൾ ഓണർ. നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എങ്ങനെയായിരുന്നു? 15,500 ഫുൾ ഓൺ ചെയ്യാം. ഞാൻ അതിനൊരു ഒന്നുകൂടെ ഒരു കോഫി ഫിനിഷിംഗ് അല്ല? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2020 മോഡലാണ്. ഇത് വരുന്നത് നമുക്ക് 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. ഇത് 14,400 കൊടുക്കാൻ പറ്റും. 14,400 അല്ല? ഇതൊക്കെ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ക്യാഷ് ബാക്കിലാണ് നമുക്ക് ഈ വാഹനം ഇറക്കാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതും പക്ക ഹൈ ക്വാളിറ്റി ഫീച്ചർ ലോഡർ ആയില്ല ഏറ്റവും ടോപ്പ് എൻഡ് വാഹനങ്ങൾ. ഇത് നമുക്കൊരു പ്രീമിയം വെഹിക്കിൾ ആണ്, ബെൻസ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2017 രജിസ്റ്റർ ചെയ്തിട്ടുള്ള GLC 220 ആണ്. ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് 35 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 35 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 35 ലക്ഷം രൂപ, ഏകദേശം 30 ലക്ഷം രൂപ ലോണും 33 വരെ നമുക്ക് ലോണും അവൈലബിൾ ആയിട്ട്. അപ്പൊ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 2 ലക്ഷം രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. പിന്നെ 220 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും എല്ലാം പക്കായിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ്. പിന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു 90% മുകളിൽ തന്നെ ഉണ്ട്. സോ ഒന്നും നോക്കണ, നേരെ ഫ്യൂൽ അടിച്ചങ്ങ് ഓടിയാൽ മതി. ഇനി അടുത്തൊരു കിടിലം ഫോർച്യൂണർ ആണ്. അതും വൈറ്റില് ഒരു കിടിലം വാഹനം.
പിന്നെ നമുക്ക് ഇവിടെ റീവണ്ടി ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഒറിജിനൽ കേരള വാഹനങ്ങൾ മാത്രമല്ല മാനിക. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡല് 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, 2 വീലാണോ 4 വീലാണോ വരുന്നത്? ഇത് 2 വീല്. 2 വീൽ ഓട്ടോമാറ്റിക് അല്ല? യെസ്. അപ്പൊ പക്ക വണ്ടിയാണ്. നമുക്ക് ഒറിജിനൽ കേരള ഫാൻസി നമ്പർ അടക്കം വരുന്ന വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മാനക? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ ആയിട്ടുള്ള വാഹനം. കിലോമീറ്റർ പറഞ്ഞത് 54,000 കിലോമീറ്റർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 43 ചെയ്യാൻ പറ്റും. 43 നമുക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 3-4 ലക്ഷം രൂപ വണ്ടി ഇറക്കാം. അപ്പൊ നല്ല ട്രാക്കിന് ചെറിയൊരു 38 ലക്ഷം രൂപ നമുക്ക് 5 ലക്ഷം രൂപ ഇറക്കാൻ പറ്റും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഞാൻ അടുത്തൊരു US ബ്രാൻഡിലേക്കാണ് പോകുന്നത്. അതും ഫുൾ ബ്ലാക്കില് ഒരു കിഡ്ലം ജീപ്പ് കോമ്പസ്. ടയറൊക്കെ നോക്കി നിങ്ങൾ ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഫുൾ ബാക്ക് SUV. ഒരു ഓഫ് റോഡർ കപ്പാസിറ്റിയിൽ ഇറക്കിയ ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മാനക ഡീറ്റെയിൽസ്? 2017 മോഡലാണ്. അതായത് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. സെക്കൻഡ് ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഇപ്പൊ പീരിയോഡിക് സർവീസ് ആയിട്ടുള്ള 85,000 രൂപയ്ക്ക് ഫുൾ കമ്പനിയിൽ നിന്ന് ടൈമിംഗ് ബെൽറ്റ് മുതൽ ചില എല്ലാ കാര്യങ്ങളും മാറ്റി ഫുൾ കണ്ടീഷൻ ആക്കി 1000 കിലോമീറ്റർ അതിന്റെ ശേഷം ഓടിയിട്ടുള്ളൂ. അപ്പൊ നേരെ ഇനി അങ്ങനെ ഡീസൽ അടിച്ചാൽ ഓടിയാൽ മതി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും മാനക? ഇത് നമുക്ക് ഫൈനലായിട്ട് 11,25,000 രൂപ കൊടുക്കും. 11,25,000. അത് ഫുൾ ഓൺ ചെയ്യാം. അടുത്ത നമുക്ക് ടയോട്ടന്റെ ഒരു കിഡ്ലം വാഹനമായിട്ടാണ് നമ്മൾ വരുന്നത്. ഹൈറൈഡർ മാനക. അതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ഇല്ല? അതെ, ഫുള്ളി ഹൈബ്രിഡ്. സോ നമുക്ക് ഏകദേശം 27-28 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഷോറൂമിലൊക്കെ വെയിറ്റും പീരീഡ് വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മാർക്കറ്റ് ഡീറ്റെയിൽസ്? 2023 പിന്നെ ഫുൾ ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏറ്റവും ഫുള്ളി ഹൈബ്രിഡില് ഏറ്റവും ടോപ്പിന്റെ പരവരക്ക് സൺറൂഫ് അടക്കം വരുന്ന വാഹനം. അതെ, വാഹനം നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 21,30 ചെയ്യാം. 21,30 ഒരു ബെസ്റ്റ് പ്രൈസ് ഇല്ല? നല്ല ട്രാക്കിന് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഞാൻ അടുത്തൊരു കിഡ്ലൻ സിയാസ് ഇല്ല? വൈറ്റിലാണ്, കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അത് നമുക്ക് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ തന്നെയാണോ? അതെ, ടോപ്പ് എൻഡ് മോഡൽ ZXi പ്ലസ്. ZXi പ്ലസ് ആണ്, അതായത് ആൽഫ എന്ന് പറയും. ആൽഫ അല്ല? അതായത് നമുക്ക് നെക്സയിൽ വരുന്ന വാഹനങ്ങള് ആൽഫ ഈ ഒരു സെഗ്മെന്റിലാണ് അറിയപ്പെടുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു വാഹനം. മൈലേജും നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. 23,000 കിലോമീറ്റർ. 23,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് അല്ലെ? അപ്പൊ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും, കംഫർട്ടും ആണ്. അത് നമ്മൾ സിംഗിൾ ഓണർ വണ്ടി. എത്ര ചോദിക്കുന്നത് മാനിക്കാം? ഇതിന്റെ വില തന്നെ നമുക്ക് 9,75,000 രൂപ. 9,75 അല്ലെ? ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാം? നമുക്ക് ഏകദേശം ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാം. അപ്പൊ നല്ല ട്രാക്കിന് 0 ഡൗൺ പേയ്മെന്റില്, അതും ലോ കിലോമീറ്റർ ഓടിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് അല്ലെ? ഞാൻ അടുത്തതുകൊണ്ട് ന്യൂ ഫേസില് ഏറ്റവും ന്യൂ മോഡൽ ബലീന അല്ലെ? ഒരു കിഡ്ലൻ കളറാണ്. നെക്സാ ബ്ലൂ ആണ് വരുന്നത്. ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങൾ പക്കയാണ്, ഒന്നും നോക്കാനില്ല. അത്രയും ഹൈ ക്വാളിറ്റി വാഹനം. ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 സീറ്റ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ. പക്ഷെ എന്ന് കരുതി നമുക്ക് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇത് 10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്ന മാനക? നമുക്ക് ഫൈനലായിട്ട് 8,35,000 രൂപ. 8,35 അല്ലെ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. ഇതും ഫുൾ ഓൺ. ന്യൂ വണ്ടി, ലോ കിലോമീറ്റർ, അതും ഫുൾ ഓണില്. അടുത്താണ് ഒരു കിഡ്ലം വെർണ വരുന്നുണ്ട്. അത് നമുക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന സീറ്റ് വെന്റിലേഷൻ ഉണ്ടോ ഇതിന്? സീറ്റ് വെന്റിലേഷൻ അടക്കം ഈ ഒരു സെഗ്മെന്റിൽ ഈ പ്രൈസിന് നമുക്ക് അത്രയും വെർത്തി ആയിട്ടുള്ള ഒരു മോഡലാണ്. ഡീസൽ അല്ല മാനിക വരുന്നത്? അതെ, ഡീസലാണ്. സോ നമുക്ക് 6 ഗിയർ അടക്കം വരൂല. അപ്പൊ നല്ല പെർഫോമൻസ്, മൈലേജ്, ഫീച്ചർ ലോഡർ. എങ്ങനെയൊന്നും ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2018 മോഡല്. 18 മോഡല്. സെക്കൻഡ് ഓണർഷിപ്പ്. 1 ലക്ഷത്തിന്റെ അടുത്ത് കിലോമീറ്റർ ഓടിയിട്ട് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് കമ്പനി സർവീസ്. എത്ര ചോദിക്കുന്നത്? 8,4 ഇത് കൊടുക്കാൻ പറ്റും. ഫുൾ ഓണും കൊടുക്കാൻ പറ്റും. 8,4 ഡീസലിൽ ഫുൾ ലോഡ് വണ്ടി. അത് നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാം അല്ലെ? ഞാൻ അടുത്തൊരു അമേസ്. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018-19 രജിസ്ട്രേഷൻ ആണ്. ഇത് ഡീസലാണ്, മാനുവൽ ആണ്. ഇതിന്റെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പുതിയ ഇൻഷുറൻസ് ആണ്. 80,000 കിലോമീറ്റർ. ഇത് നമുക്ക് 6,75,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് അങ്ങ് കൊണ്ടുപോകാം. അതും ഡീസലാണ്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈലേജ് തന്നെയാണല്ലോ മാനിക? ഏകദേശം ലോങ് ഡ്രൈവില് 24 വരെ മൈലേജ് കിട്ടുന്ന വണ്ടി. ഒരു ബുള്ളറ്റ് കൊണ്ടുനടക്കുന്ന ചെലവിൽ അങ്ങ് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കാർ എന്ന് പറയാം. ഏകദേശം നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 50,000 രൂപ ഇറക്കാം. 50,000 രൂപ വണ്ടി ഇറക്കാം. ഇതിന്റെ ഒരു കിഡ്ലം പോള വരുന്നത്, അതും ബ്ലഡ് റെഡിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മാനിക ഡീറ്റെയിൽസ്? 2018 മോഡല്. ഇത് 50,000 കിലോമീറ്റർ ഓടിയിട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് പെട്രോൾ ആണ്.
പെട്രോൾ ആണ്. ഇത് 5,35,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. 5,35 ഫൈനൽ ഇല്ല. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. മാനക നമുക്ക് എത്ര രൂപ ഈ പോളോ ഇറക്കാം? ഈ പോളോ നമുക്ക് ഫൈനലായിട്ട് ഒരു 25,000 രൂപ ഇറക്കാം. 25,000 രൂപ ഫുൾ ലോൺ ഇറക്കാം. ഫുൾ ലോൺ ആക്കാം, നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഇല്ല. ഇത് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ കെറ്റ എന്നും അന്നും ഡിമാൻഡുള്ള ഒരു വണ്ടിയാണ്. കാരണം നമുക്ക് പുതിയ വാഹനത്തെക്കാൾ ബോഡി വെയിറ്റും പെർഫോമൻസും മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോഡൽ ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ തന്നെയാണ്. അത് നമുക്ക് വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. എങ്ങനെയൊന്ന് മാനുക ബ്ലാക്കിന്റെ ഡീറ്റെയിൽസ്? ഇത് 2017 ആണ്, സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കറക്റ്റ് കമ്പനി സർവീസ് തരുന്ന ഈ വാഹനത്തിന്റെ വില എന്ന് പറഞ്ഞത് 9,10,000 രൂപയാണ്. 9,10 അല്ല. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? 1.4 ആണോ 6 ആണോ? 1.6 ഏറ്റവും ടോപ്പിന് നല്ല കിഡ്ലം പെർഫോമൻസും മൈലേജും കിട്ടുന്ന വാഹനം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ ഫുൾ ലോണില്. അതുകൊണ്ട് ഒരു ഫുൾ ബ്ലാക്ക് ക്രച്ചർ ആവണം നമുക്ക്. ഏറ്റവും ടോപ്പിന്റെ ഫുൾ ലോണിലാണ് കൊണ്ടുപോകട്ടോ. ഞാൻ ഒരു വൈറ്റ് അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കിഡ്ലം വണ്ടിയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2016 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ പ്ലസ് ഓട്ടോമാറ്റിക്. സോ നമുക്ക് നല്ല മൈലേജ് പെർഫോമൻസ് കംഫർട്ട് എല്ലാം കൂടി വരുന്ന ഒരു വാഹനം അല്ല? എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,00,000 കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞത് നമുക്ക് 9,00,000 രൂപ കൊടുക്കാൻ പറ്റും. 9,00,000 രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം ചെയ്യാം. അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം നമുക്ക് ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഫുൾ ഓൺ ആണ്. ഇതും ഫുൾ ഓൺ ആണ്. അടുത്തൊരു സെഗ്മെന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ക്രെറ്റന്റെ അടുത്ത ജനറേഷൻ ഇവിടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് 2 കിഡ്രൻ സെൽട്ടോസുകൾ വരുന്നുണ്ട് അല്ലേ? അതും ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2020 GTX ലൈന്, അതായത് ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ. ഇതിനപ്പുറം ഒരു ഓപ്ഷൻ ഇല്ല. സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും എല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ഇല്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? ഇത് കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് 13,25,000 രൂപ കൊടുക്കും. നല്ലൊരു കിഡ്ലം ഒരു വെന്യൂവിന്റെ, അതായത് ഒരു സോണറ്റിന്റെ പ്രൈസിനെ കൊണ്ടോ ഏറ്റവും ടോപ്പിന്റെ വണ്ടി. ലോണ് നമുക്ക് ഒരു 50,000 കഴിച്ച് ബാക്കി ലോൺ 50,000. ഒരു ചെറുവണ്ടി ഇറക്കുന്ന പോലെ ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. വീണ്ടും ഒരു ബ്ലാക്ക് തന്നെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ്? ഇത് 2020 ആണ്. 50,000 കിലോമീറ്റർ ഓടില്ല. ഇത് പെട്രോൾ തന്നെയാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇത് GT ലൈന്. ഇതിന് വരുന്ന പ്രൈസ് തന്നെ 11,70,000 രൂപ. ഒരു നമുക്ക് ഒരു സബോമീറ്റർ പ്രൈസിന് കൊണ്ടാവും 13,75. അതൊക്കെ പ്രീമിയം ബ്ലാക്കിൽ വരുന്നു. ഓക്കെ, ഏകദേശം ഫുൾ ഓൺ തന്നെ ചെയ്യാം. വീണ്ടും നമുക്ക് ക്രെറ്റയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയതും ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്രെറ്റ. ആ ഒരു ജനറേഷന് നല്ല ഫാൻസി നമ്പർ, 3000 രജിസ്ട്രേഷന്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 വണ്ടിയാണ്. ഇത് നൈറ്റ് എഡിഷൻ ആണ്. ഫുൾ ബ്ലാക്കിൽ വരുന്ന നൈറ്റ് എഡിഷൻ ആണ്. പിന്നെ പനോരമിക് സൺറൂഫ് എല്ലാം വരുന്നതാണ്. ഏറ്റവും ടോപ്പ് എൻഡ് സ്പെഷ്യൽ എഡിഷൻ ആണ് വരുന്നത്. ഡീസൽ അല്ല വണ്ടി വരുന്നത്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. നമുക്ക് അത്രയും ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു മാനിക്ക് പറഞ്ഞത്? കിലോമീറ്റർ 80,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നു നമ്മൾ ഈ ഒരു വാഹനത്തിന്? ഇതിന് നമ്മള് 14,90,000 രൂപ. ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടോ? ഫുൾ ഓൺ ചെയ്യാം. മാക്സിമം നമുക്ക് ഫുൾ ഓൺ തന്നെ ചേഞ്ച് ചെയ്യാം. ഞാൻ വീണ്ടും നമ്മൾ അടുത്ത ജനറേഷന് ഒരു ക്രെറ്റ കൂടി ഉണ്ട്. ക്രെറ്റ ഏത് ബഡ്ജറ്റിൽ ഏത് ജനറേഷൻ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് അത്രയും ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. മാർഗം നമുക്ക് ഏത് റേഞ്ചിൽ ഏത് എസ്യുകൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2019 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ പെട്രോൾ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, ഇത് നമുക്ക് 9,10,000 രൂപ 9,00,000 രൂപ കൊടുക്കാൻ പറ്റും. 9,00,000 രൂപയ്ക്ക് അല്ലെ? ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഫുൾ ഓൺ കൊടുക്കാം. ഇതും ഫുൾ ഓൺ തന്നെ കൊടുക്കാം. നമ്മുടെ ക്രെറ്റകളൊക്കെ നമുക്ക് ഫുൾ ഓണിലും അത് നമുക്ക് നല്ല പക്ക ലോ കിലോമീറ്റർ ഓടിയിട്ട് വെറും 40,000 കിലോമീറ്റർ, അതും ഒരു മാന്യമായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൈസ് ഫുൾ ഓൺ അല്ലേ? ഞാൻ അടുത്തൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. SUV 500 ഫുൾ ബ്ലാക്ക് വണ്ടി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,13,000 കിലോമീറ്റർ W6. ഇത് നമുക്ക് 9,00,000 രൂപ കൊടുക്കാൻ പറ്റും. 9,00,000 രൂപക്ക് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ലോൺ നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? 8,50,000 രൂപ ലോൺ ചെയ്യാം. ഒരു 50 രൂപ വണ്ടി ഇറക്കാം. വീണ്ടും ഒരു 7 സീറ്റർ, അതും ഡീസലില് നമുക്ക് നല്ല കുറഞ്ഞ മെയിൻ്റനൻസും നല്ല മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ഹോണ്ട ബിയാവി. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2016 മോഡൽ 1,30,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ്.
ഇത് നമുക്ക് 6.25 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് ഹാച്ച് ബാഗിന്റെ പ്രൈസിന് ഒരു ഡീസൽ 7 സീറ്റർ കൊടുക്കാൻ പറ്റും. 7 സീറ്റർ നമുക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നമുക്ക് ചെറിയൊരു പൈസക്ക് ഇറക്കും ചെയ്യാം. ഇത് വീണ്ടും നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഏകദേശം ലോങ് ഡ്രൈവിൽ ഇത് പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ ആണ്. സോ നമുക്കൊരു 16-17 മൈലേജ് ഇല്ല. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഫീച്ചർ ലോഡർ ആണ്. ഇതിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുപോലെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അല്ല. അതിന് ഡീറ്റെയിൽസ് വരുന്നത് 2017 മോഡലാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,10,000 രൂപ. 6.10 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതിനൊക്കെ ഏകദേശം 6 ലക്ഷം രൂപക്ക് 10,000 വണ്ടി ഇറക്കാം. 10,000 രൂപ വണ്ടി ഇറക്കാം. ഇതൊക്കെ നമുക്കൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് ഒരു സിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് നമുക്കൊരു കിഡ്ലൻ ടെറാന വരുന്നുണ്ട്. 85 ആണോ അതോ എൺട്ടൺ ആണോ വരുന്നത്? ഇത് 85. സോ നമുക്ക് നല്ല മൈലേജ് ഉണ്ടാവും, കുറഞ്ഞ മെയിൻ്റെനൻസ് ആയിരിക്കും, നല്ല കംഫർട്ട് ആയിട്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള ഒരു ഫാമിലി വെഹിക്കിൾ. എങ്ങനെയായിരുന്നു മാനുക്ക ഡീറ്റെയിൽസ് വരുന്നത്? 2016 മോഡലാണ്. ഇത് 5,25,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 5,25 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിന് ഇപ്പൊ ഒരു വാഗ്നർ വാങ്ങുന്ന പ്രൈസിന് നമുക്ക് ഡീസൽ SUV ഉണ്ടോ? നമുക്ക് ഏകദേശം 17-18 അങ്ങനെ മൈലേജ് കിട്ടുമല്ലോ. കിട്ടും ചെയ്യും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഒരു 5 ലക്ഷം രൂപ ലോൺ കിട്ടും. 25,000 രൂപ വണ്ടി 25,000 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ നമ്മള് മാനുസ് കാർവേലിലാണ് ലൊക്കേഷൻ വരുന്നത്. മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. അത്യാവശ്യം പെരുന്നാളിന് വേണ്ടിയിട്ട് നല്ല കിഡ്ലൻ കളക്ഷൻസ് വന്നിട്ടുണ്ട്. മാനുക്ക നമ്മളെ ലൊക്കേഷൻ കൂടെ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ വെള്ളോമ്പ്ര കാലിക്കറ്റ് എയർപോർട്ടിനും പാലക്കാട് ഭാഗത്തേക്ക് 12 കിലോമീറ്ററും, മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് 10 കിലോമീറ്റർ. അതായത് ഗൂഗിൾ മാപ്പിൽ മാനുസ് കാർവലിന്റെ അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലൊക്കെ ഈ പെരുന്നാളിന് വേണ്ടിയിട്ട് നല്ല വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ വാറണ്ടിയുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ നേരെ നമ്മൾ മാനുസ്ക്ക് ഇങ്ങോട്ട് പോരി. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വേഗം കോൺടാക്ട് ചെയ്യുക. നല്ല അടിപൊളി കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് സൈനിങ് ഓഫ്.